ഫ്രീലാൻസിംഗിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാവേണ്ട സ്കിൽ എന്താണെന്നറിയോ? പലരും പറയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേസിൽ നമ്മൾ മെറ്റാഡ്സ് പഠിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് പഠിച്ചാൽ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും. SEO പഠിച്ചു കഴിഞ്ഞാൽ കുറേ ക്ലയൻസിന് എടുക്കാൻ പറ്റും. സോഷ്യൽ മീഡിയ മാനേജിംഗ് ആണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസും അല്ലെങ്കിൽ ഒരുപാട് ഒപ്പീനിയൻസും ഉള്ള ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ മുൻപ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് പോകേണ്ട ഒരൊറ്റ സംഭവമുണ്ട്, ഒരു സ്കില്ല്. ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലയൻസ് ഒന്നും നിങ്ങളെ അടുത്ത് ലോങ് ടേം നിൽക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരു ക്ലയന്റ് ലീഡ് വന്നു. അപ്പോൾ ആ ഒരു ക്ലയന്റിന് നിങ്ങൾക്ക് പിച്ച് ചെയ്തിട്ട് അവരെ കൺവേർട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റാഡ്സിന്റെ സ്കിൽ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിന്റെ സ്കിൽ ഉണ്ടായതുകൊണ്ടോ SEOന്റെ സ്കിൽ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലയന്റ് നിങ്ങൾക്ക് അക്വയർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇതിൽ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട് ഇപ്പോൾ കറന്റ്, അല്ലാതെ എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള സ്കില്ല് വേണം. ഇനി അതുപോലെ തന്നെ ആ ഒരു ക്ലയന്റ് ലോങ് ടേം നിലനിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു റിസൾട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളാണ് ചെയ്തത്, നിങ്ങൾ ഇത് ചെയ്തത് കൊണ്ടാണ് റിസൾട്ട് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് അവരെ ലോങ് ടേമിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ആ ഒരു ക്ലയന്റിന് അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ടാവും. കൃത്യമായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലോങ് ടേമിൽ ആ ഒരു ക്ലയന്റിനെ നിലനിർത്തി പോകാൻ പറ്റുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം 2 മാസം ഓരോ ക്ലയൻസിനെ എടുത്തിട്ട് ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ക്ലയന്റിന് നമുക്ക് ഏകദേശം 1 ഇയറോ 2 ഇയറോ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിലുള്ളൂ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുക. അത് മുഖേന അവരെയും ഗ്രോ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലും നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരിക്കലും മെറ്റാഡ്സോ ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പഠിക്കേണ്ട എന്നല്ല, പക്ഷേ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്.